ഹലോ ടീച്ചേഴ്സ്, ഈ വീഡിയോയിലൂടെ നമുക്ക് കുറച്ച് നവോത്ഥാന നായകന്മാരെ കൂടി പരിചയപ്പെടാം. ആദ്യമായിട്ട് പൊയ്കയിൽ യോഹന്നാൻ. ജനനം 1879 ഫെബ്രുവരി 7. പിതാവ് കണ്ടൻ, മാതാവ് ലേച്ചി. 1939 ജൂൺ 29 അന്തരിച്ചു. പുലയൻ മത്തായി എന്ന പേരിൽ അറിയപ്പെട്ട നവോത്ഥാന നായകൻ പൊയ്കയിൽ യോഹന്നാൻ. ദളിതരുടെ മോചനത്തിനായി യോഹന്നാൻ സ്ഥാപിച്ച സംഘടന പ്രത്യക്ഷ രക്ഷാ ദൈവസഭ PRDS 1909. അവശതയനുഭവിക്കുന്ന ദളിതരുടെ മോചനത്തിനായി യോഹന്നാൻ നടത്തിയ പ്രക്ഷോഭങ്ങൾ അറിയപ്പെടുന്നത് അടിലഹള. യോഹന്നാന് ലഭിച്ച ആത്മീയ അപരനാമം കുമാരഗുരുദേവൻ. ചോദിക്കാറുണ്ട്. യോഹന്നാന്റെ കവിതകളുടെ സമാഹാരം രത്നമണികൾ. സർക്കാർ അനുമതിയോടെ അയിത്തജാതിക്കാർക്കായി തിരുവിതാംകൂറിൽ ആദ്യ ഇംഗ്ലീഷ് വിദ്യാലയം ആരംഭിച്ചത് പൊയ്കയിൽ യോഹന്നാൻ. അടുത്തത് ഡോക്ടർ പൽപ്പു. 1863 നവംബർ 2 തിരുവനന്തപുരത്ത് പേട്ടയിൽ ജനിച്ചു. പിതാവ് ഭഗവതി പത്മനാഭൻ, മാതാവ് മാതാ പെരുമാൾ. 1950 ജനുവരി 25 അന്തരിച്ചു. ഈഴവ സമുദായത്തിൽ നിന്നും മെഡിക്കൽ ബിരുദം നേടിയ ആദ്യ വ്യക്തി ഡോക്ടർ പൽപ്പു. ഈഴവരുടെ രാഷ്ട്രീയ ഗുരു പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്നത് ഡോക്ടർ പൽപ്പു. ഡോക്ടർ പൽപ്പുവിനെ ഈഴവരുടെ രാഷ്ട്രീയ ഗുരു പിതാവ് എന്ന് വിശേഷിപ്പിച്ചത് റിട്ടി ലൂക്കോസ്. ഡോക്ടർ പൽപ്പു ചിന്നസ്വാമി എന്ന് വിളിച്ചത് കുമാരനാശാനെ. സരോജിനി നായിഡു ഡോക്ടർ പൽപ്പുവിന് നൽകിയ വിശേഷണം എന്തായിരുന്നു? ഇന്ത്യൻ ചരിത്രത്തിലെ നിശബ്ദനായ വിപ്ലവകാരി. ഡോക്ടർ പൽപ്പുവിന് തിരുവിതാംകൂർ മെഡിക്കൽ സർവീസിൽ ഉദ്യോഗം നിഷേധിക്കാനുള്ള കാരണം എന്തായിരുന്നു? ഈഴവനായതിന്. 1891 സമർപ്പിച്ച മലയാളി മെമ്മോറിയലിൽ ഡോക്ടർ പൽപ്പു ഒപ്പുവെച്ചത് എത്രാമതായിരുന്നു? 3ാമത്. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് എന്നായിരുന്നു? 1900. രണ്ടാം ഈഴവ മെമ്മോറിയൽ സമർപ്പിക്കപ്പെട്ടത് ആർക്കായിരുന്നു? കഴ്സൺ പ്രഭു. ഡോക്ടർ പൽപ്പുവിൻ്റെ മകനും ശ്രീനാരായണ ഗുരുകുലത്തിൻ്റെ സ്ഥാപകനുമായ സാമൂഹിക പരിഷ്കർത്താവ് നടരാജ ഗുരു. ഡോക്ടർ പൽപ്പു അന്തരിച്ച ദിവസം 1950 ജനുവരി 25. അടുത്തത് കുമാരനാശാൻ. 1873 ഏപ്രിൽ 12 തിരുവനന്തപുരം ജില്ലയിലെ കായിക്കരയിൽ ജനിച്ചു. ഇമ്പോർട്ടൻ്റ് ആണ്. പിതാവ് നാരായണൻ, മാതാവ് കാളി. 1924 ജനുവരി 16 അന്തരിച്ചു. മഹാകാവ്യം എഴുതാതെ മഹാകവിയായത് കുമാരനാശാൻ. കുമാരനാശാന് മഹാകവി പട്ടം നൽകിയത് മദ്രാസ് യൂണിവേഴ്സിറ്റി. സ്നേഹഗായകൻ, ആശയഗംഭീരൻ, ഈ പേരുകളിൽ അറിയപ്പെട്ട കവി കുമാരനാശാൻ. 1921 ആലുവയിൽ ഓട്ട് ഫാക്ടറി സ്ഥാപിച്ച മഹാകവി കുമാരനാശാൻ. കുമാരനാശാനെ വിപ്ലവത്തിൻ്റെ ശുക്രനക്ഷത്രം എന്നു വിശേഷിപ്പിച്ചത് ജോസഫ് മുണ്ടശ്ശേരി. ഇന്ത്യൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആദ്യ മലയാള കവിയാണ് ആര്യ കുമാരനാശാൻ. കുമാരനാശാൻ തപാൽ സ്റ്റാമ്പിൽ പ്രത്യക്ഷപ്പെട്ട വർഷം 1973. ശ്രീനാരായണ ധർമ്മ പരിപാലന സംഘത്തിൻ്റെ ആദ്യ സെക്രട്ടറി കുമാരനാശാൻ. എഡ്വിൻ അർണോൾഡിൻ്റെ ലൈറ്റ് ഓഫ് ഏഷ്യ എന്ന കൃതി ഏതു പേരിലാണ് മലയാളത്തിൽ കുമാരനാശാൻ തർജ്ജമ ചെയ്തത്? ശ്രീബുദ്ധചരിതം. മലയാളത്തിലെ ആദ്യത്തെ ലക്ഷണമൊത്ത ഖണ്ഡകാവ്യം വീണപൂവ്. കുട്ടികൾക്ക് വേണ്ടി കുമാരനാശാൻ രചിച്ച രാമായണം ബാലരാമായണം. കുമാരനാശാൻ രചിച്ച ദുരവസ്ഥ എന്ന കാവ്യത്തിൻ്റെ പശ്ചാത്തലം എന്തായിരുന്നു? മലബാർ കലാപം. AR രാജരാജവർമ്മയുടെ നിര്യാണത്തിൽ ദുഃഖിച്ച് രചിച്ച വിലാപകാവ്യം പ്രരോദനം. മാറ്റുവിൻ ചട്ടങ്ങൾ എന്ന കവിതയിലൂടെ ഉദ്ബോധനം ചെയ്ത കവി കുമാരനാശാൻ. ദിവ്യഗോകുലം എന്ന കൃതി ആരോടുള്ള ബഹുമാന സൂചകമായാണ് കുമാരനാശാൻ രചിച്ചത്? ടാഗോറിനോട്. കുമാരനാശാനെ ദിവ്യഗോകുലം എന്ന് വിളിച്ചത് ഡോക്ടർ ലീലാവതി. കുമാരനാശാൻ സ്മാരകം സ്ഥിതി ചെയ്യുന്നത് എവിടെ? തോന്നയ്ക്കൽ, തിരുവനന്തപുരം. റെഡീമർ ബോട്ടപകടത്തിൽ മരിച്ച കവി കുമാരനാശാൻ. റെഡീമർ ബോട്ടപകടം നടന്നത് എവിടെയാണ്? പല്ലനയാറ്റിൽ. അടുത്തത് ആഗമാനന്ദ സ്വാമികളാണ്. 1896 ഓഗസ്റ്റ് 27 കൊല്ലം ജില്ലയിലെ ചവറയിൽ ജനിച്ചു. 1961 അന്തരിച്ചു. കേരള വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമികൾ. ആഗമാനന്ദ സ്വാമികളുടെ ആദ്യകാല നാമം കൃഷ്ണൻ നമ്പ്യാതിരി. സനാതന ധർമ്മ വിദ്യാർത്ഥി സംഘം സ്ഥാപിച്ചത് ആഗമാനന്ദ സ്വാമികൾ. കാലടിയിലെ ശ്രീശങ്കര കോളേജിൻ്റെ സ്ഥാപകൻ ആഗമാനന്ദ സ്വാമികൾ. ശങ്കരാചാര്യരുടെയും വിവേകാനന്ദൻ്റെയും കൃതികൾ പ്രസിദ്ധപ്പെടുത്തിക്കൊണ്ട് ആഗമാനന്ദ സ്വാമികൾ ആരംഭിച്ച മാസിക അമൃതവാണി. ശ്രീരാമകൃഷ്ണ മിഷൻ്റെ കേരള ഘടകത്തിലെ സജീവ പ്രവർത്തകനായിരുന്നു ആഗമാനന്ദ സ്വാമികൾ. 1936 കാലടിയിൽ അദ്വൈതാശ്രമം സ്ഥാപിച്ചത് ആഗമാനന്ദ സ്വാമികൾ. പ്രബുദ്ധ കേരളം എന്ന മാസിക ആരംഭിച്ചത് ആഗമാനന്ദ സ്വാമികൾ. അടുത്തത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. 1873 ഡിസംബർ 28 തിരുവനന്തപുരത്ത് വക്കത്ത് ജനനം. പിതാവ് മുഹമ്മദ് കുഞ്ഞ്, മാതാവ് ആഷ് ബീവി. 1932 ഒക്ടോബർ 31 അന്തരിച്ചു. മുസ്ലിം ഐക്യ സംഘം എന്ന ഒരു സംഘടന അദ്ദേഹം സ്ഥാപിച്ചു.
സ്വദേശാഭിമാനി പത്രത്തിൻ്റെ സ്ഥാപകൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനി പത്രം സ്ഥാപിതമായത് 1905 ജനുവരി 19. സ്വദേശാഭിമാനി പത്രം സ്ഥാപിതമായത് അഞ്ചുതെങ്ങിൽ. കേരള മുസ്ലിം നവോത്ഥാനത്തിൻ്റെ പിതാവ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. രാമകൃഷ്ണപിള്ള സ്വദേശാഭിമാനി പത്രത്തിൻ്റെ എഡിറ്ററായ വർഷം 1906. ഇസ്ലാമിയ പബ്ലിക് ഹൗസ് സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. സ്വദേശാഭിമാനി പത്രത്തിൻ്റെ ആദ്യ എഡിറ്റർ CP ഗോവിന്ദപിള്ള. വക്കം അബ്ദുൽ ഖാദർ മൗലവി വിശുദ്ധ ഖുർആൻ പരിഭാഷപ്പെടുത്തി പ്രസിദ്ധീകരിച്ചത് ഏത് മാസികയിലാണ്? ദീപിക. സ്വദേശാഭിമാനി വക്കം മൗലവി എന്ന കൃതി രചിച്ചത് ഡോക്ടർ ജമാൽ മുഹമ്മദ്. സ്വദേശാഭിമാനി പത്രം തിരുവിതാംകൂറിൽ സർക്കാർ നിരോധിച്ച വർഷം 1910. 1906 വക്കം അബ്ദുൽ ഖാദർ മൗലവി ആരംഭിച്ച മാസിക മുസ്ലിം. ഭയകൗടില്യ ലോഭങ്ങൾ വളർത്തുകില്ലൊരു നാടിനെ എന്ന മുഖക്കുറിപ്പോടെ പ്രസിദ്ധീകരിച്ച പത്രം സ്വദേശാഭിമാനി. SNDP മാതൃകയിൽ വക്കം അബ്ദുൽ ഖാദർ മൗലവി തുടങ്ങിയ കൂട്ടായ്മ ഏത്? ഇസ്ലാം ധർമ്മ പരിപാലന സംഘം. ഇസ്ലാം മതസിദ്ധാന്ത സംഗ്രഹം, ദൗ ഉസ്വബാഹ് എന്നീ ഗ്രന്ഥങ്ങളുടെ കർത്താവ് വക്കം അബ്ദുൽ ഖാദർ മൗലവി. അൽ ഇസ്ലാം എന്ന മാസിക ആരംഭിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവി. 1922 ആരംഭിച്ച ഐക്യമുസ്ലിം സംഘത്തിൻ്റെ കേന്ദ്രം കൊടുങ്ങല്ലൂർ. ഐക്യമുസ്ലിം സംഘത്തിൻ്റെ ആദ്യ സമ്മേളനത്തിൻ്റെ അധ്യക്ഷൻ വക്കം അബ്ദുൽ ഖാദർ മൗലവി. മുസ്ലിം സമുദായത്തിലെ അനാചാരങ്ങൾ ഇല്ലാതാക്കുക, വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ആരംഭിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ ആരംഭിച്ച പ്രസ്ഥാനം ഐക്യമുസ്ലിം സംഘം. ഐക്യമുസ്ലിം സംഘം അഖില തിരുവിതാംകൂർ മുസ്ലിം മഹാജനസഭ, ചിറയൻകീഴ് താലൂക്ക് മുസ്ലിം സമാജം എന്നീ സംഘടനകൾ സ്ഥാപിച്ചത് വക്കം അബ്ദുൽ ഖാദർ മൗലവിയാണ്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ഒന്ന് നോക്കുക.